ഇന്നത്തെ റെസിപ്പി ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ഒരു ഒഴിച്ചറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു, പിന്നെ അതിലേക്ക് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ വാടി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. അതായത് മുളക് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അതിൻ്റെ ബ്രൗൺ കളറും ആവണം. ടിക്ക് എന്നുള്ളൊരു സൗണ്ടിൽ ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചോറിലിട്ട് നന്നായിട്ട് ഞെരടി എടുക്കുന്ന ആ ഒരു പരുവല്ലേ, അതാണ്. കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ സവാളയും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയും നമ്മൾ ഇട്ട് കൊടുത്ത വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കി നന്നായിട്ട് ആ സവാള നല്ല ഉടയുന്ന ഒരു പരുവല്ലേ, നന്നായിട്ട് എണ്ണയിൽ കിടന്ന് ഒന്ന് വഴന്ന് കിട്ടണം. ആ സമയത്ത് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ആ ഉപ്പ് എല്ലായിടത്തും ചേർന്ന് കിട്ടുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം കാണാൻ നല്ല കളർഫുള്ളായിട്ടില്ലേ വറ്റൽമുളക്, നമ്മുടെ പച്ചമുളകൊക്കെ ഞാൻ ഇതിൽ ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്തത്. ഒരു 2 ചെറിയ പച്ചമുളക് എടുത്താൽ മതിയാകും. ഈ ഒഴിക്കണ എന്തെന്ന് മനസ്സിലായോ? നമ്മുടെ പുളിവെള്ളം, നെല്ലിക്ക വലുപ്പത്തിൽ ഇച്ചിരി പുളിയെടുത്ത് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് അതിൽ നിന്ന് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഞാൻ ഇതിൽ ചേർത്തെടുത്തത്. ഇനി അത് ചെറിയൊരു തിള വരണം. ഈ സമയത്ത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ പുളി രസമില്ലേ തയ്യാറ്.